With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital. Care beyond cure. ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. 14-ന് കേരളത്തിലെ മുഴുവൻ SP ഓഫീസുകളിലേക്കും മുസ്ലിം ലീഗ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. വനിതാ ലീഗ് അധ്യക്ഷ സുഹറ മെമ്പാട് ഉദ്ഘാടനം ചെയ്തു. MK അൻവർ അധ്യക്ഷനായി. ഷമീർ ഇടിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ നേതാക്കൾ പങ്കെടുത്തു. കാട്ടിൽ അഷ്റഫ് സ്വാഗതം പറഞ്ഞു. എല്ലാവരും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഭരണപക്ഷത്തിൽ നിന്ന് MLA തൊടുത്തുവിട്ട അമ്പിന്റെ കൂടെയല്ല ഉള്ളത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. DGP-യെക്കാളും അപ്പുറത്തേക്ക് ADGP തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. DGP ചിത്രത്തിലില്ല, ADGP ചിത്രത്തിലേക്ക് വരുന്നു. എന്തിന് ADGP-യെ ഇവിടുത്തെ RSS-കാരുമായിട്ടും ഇവിടുത്തെ BJP-കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ അജിത് കുമാറിനെ ഉപയോഗപ്പെടുത്തുകയും അജിത് കുമാറിന്റെ കൂടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളെ പറഞ്ഞയച്ചുകൊണ്ട് ഇവിടുത്തെ RSS-മായി സംസാരിക്കുന്നതിന് വേണ്ടി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ഒരു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്ന ചരിത്രം കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ADGP-യെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആഭ്യന്തരം കൈകാളുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മീഡിയകളിലൂടെ വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന പല യാഥാർത്ഥ്യങ്ങളും സത്യത്തിൽ കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ടാണ് ബാക്കി എല്ലാവരും സീരിയസ് ആയി കണക്കിലെടുത്തത്. അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് പറഞ്ഞ ആരോപണങ്ങൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും പറഞ്ഞത് ഭരണപക്ഷത്തെ ഒരു MLA ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഒരുപക്ഷെ ഇത്രയധികം വാർത്താ പ്രാധാന്യം കിട്ടിയത്. പറയുന്നത് ഭരണപക്ഷത്തുള്ള ഒരു MLA നേരിട്ട് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു വകുപ്പ് തികഞ്ഞ പരാജയമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി വാർത്താ ചാനലുകളെല്ലാം പോലീസിന്റെ അതിക്രമം കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ഒരു ഭീകര സ്ഥലമായി കണക്കാക്കണം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, പിണറായി വാഴും കേരള മണ്ണിൽ, പിണറായി വാഴും കേരള മണ്ണിൽ കാക്കിയണിഞ്ഞ ക്രിമിനലുകൾ, കാക്കിയണിഞ്ഞ ക്രിമിനലുകൾ പോലീസിന്റെ തലപ്പത്ത്, പോലീസിന്റെ തലപ്പത്ത് പാവങ്ങൾക്ക് പരാതി പറയാൻ, പാവങ്ങൾക്ക് പരാതി പറയാൻ ഇടമില്ലാത്തൊരു നാടായി. അണിഞ്ഞൊരുങ്ങൂ അഭിമാനപൂർവ്വം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ്, കുർത്തീസ്, ടോപ്സ് ആൻഡ് ബോട്ടംസ്, ലേഡീസ് ചുരിദാർ, സൽവാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർ, കുർത്തീസ്, പാർട്ടി വെയേഴ്സ്, കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി.